കേരളത്തിലെ കോൺഗ്രസ് കഴിഞ്ഞ ദിവസം വയനാട്ടിൽ വെച്ച് അവരുടെ ഒരു ഇലക്ഷന് വേണ്ടിയുള്ള പ്രിപ്പറേറ്ററി ക്യാമ്പ് നടത്തുകയായിരുന്നു. അപ്പോൾ അങ്ങനെ നടത്താൻ തീരുമാനിച്ച് അത് ഉദ്ഘാടനം ചെയ്യുന്നതിൻ്റെ ഏതാണ്ട് മിനിറ്റുകൾക്ക് മുമ്പ് തന്നെ കേരളത്തിലൊരു വാർത്ത പ്രചരിപ്പിക്കപ്പെട്ടു. ആ വാർത്ത പ്രചരിപ്പിച്ചത് പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി.ഡി. സതീശനെതിരെ ഒരു CBI അന്വേഷണം വരാൻ പോകുന്നു എന്നുള്ളതാണ്. അങ്ങനെ CBI അന്വേഷണം വരാൻ പോകുന്നു എന്ന് പറയുന്ന വാർത്ത വരാനുള്ള കാരണം സ്റ്റേറ്റ് വിജിലൻസ് നടത്തിയിട്ടുള്ള, അതായത് കേരള പോലീസിലെ വിജിലൻസ് നടത്തിയിട്ടുള്ള എൻക്വയറിയിൽ അവർ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി.ഡി. സതീശനെതിരെ CBI അന്വേഷണം ശുപാർശ ചെയ്തിരിക്കുന്നു എന്ന് പറയുന്ന ഒരു വാർത്തയാണ് പുറത്തേക്ക് വന്നത്. അപ്പോൾ അതിന് കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഏതാണ്ട് ഇദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയിരിക്കുന്നു എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട് കൂടി പുറത്തേക്ക് വന്നിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഈ വാർത്ത നമുക്കെല്ലാം അറിയാം. ഇദ്ദേഹം പുനർജനി എന്ന് പറയുന്ന ഒരു പദ്ധതി അത് 2018 പ്രളയത്തിന് ശേഷം നോർത്ത് പറവൂരിൽ നടപ്പിലാക്കിയിരുന്നു. അതായത് നോർത്ത് പറവൂരിൽ വലിയ തോതിൽ പ്രളയം ബാധിച്ച് ഒരുപാട് വീടുകൾ നഷ്ടപ്പെട്ട കുടുംബാംഗങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അവർക്ക് വേണ്ടി വീടുകൾ വെച്ച് കൊടുക്കുന്നതിനും അതുപോലെ തന്നെ തയ്യൽ മെഷീനുകളൊക്കെ വിതരണം ചെയ്യുന്നതിനും വേണ്ടി നടപ്പിലാക്കിയ ഒരു പ്രൊജക്റ്റ് ആയിരുന്നു അത്. അങ്ങനെ 200-ലധികം ഏതാണ്ട് 209 വീടുകൾ വെച്ച് കൊടുത്തിട്ടുണ്ടെന്ന് കേൾക്കുന്നു. അതുപോലെ തന്നെ ചില ഫ്ലാറ്റുകളുടെ തറക്കല്ല് ഇടൽ മാത്രമേ നടന്നിട്ടുള്ളൂ എന്നുള്ളതൊക്കെ കേൾക്കുന്നു. അപ്പോൾ അതങ്ങനെ നിൽക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇതിനകത്ത് വന്ന കേസ് എന്ന് പറയുന്നത് ഒരു FCRA ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് പണം സ്വീകരിച്ചു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഇതിനു വേണ്ടി വിദേശത്തെല്ലാം നടന്ന് പണം പിരിച്ചു എന്നുള്ളതാണ് ഇന്നൊരു കേസ്. അത് വി.ഡി. സതീശനും നിരസിക്കുന്നില്ല. കാരണം അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ പങ്കുവച്ച വീഡിയോയിൽ ബർമിംഗ്ഹാമിലടക്കമുള്ള UK-ലടക്കം നിരവധി സ്ഥലങ്ങളിൽ അദ്ദേഹം ചെല്ലുകയും ഇതുപോലെ 50 പൗണ്ട് വീതം നിങ്ങൾ മലയാളികളായിട്ടുള്ള ആളുകൾ, അത് ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ, വലിയ സമ്പന്നരായിട്ടുള്ള ആളുകൾ സംഭാവന ചെയ്യണമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പറയുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം ഇത്തരത്തിൽ ഞങ്ങൾക്ക് പണം കിട്ടി, ഞങ്ങൾ വീടുകൾ വെച്ചു എന്നുള്ള അവകാശവാദം കൂടി അദ്ദേഹം ഉന്നയിക്കുന്ന മറ്റൊരു പ്രസംഗവും കൂടിയുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി എടുത്തു വെച്ചുകൊണ്ട് ഇദ്ദേഹമാണ് ഈ പണം പിരിച്ചത്, അപ്പോൾ അത് FCRA ചട്ടങ്ങളുടെ നിയമലംഘനമാണ്, യഥാർത്ഥത്തിൽ FEMA നിയമലംഘനമാണ്, അതായത് ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേറ്ററി ആക്ടിൻ്റെയൊക്കെ നിയമലംഘനമാണ്. അപ്പോൾ അതുകൊണ്ട് പണം ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ തന്നെ ഇത് മുൻകൂട്ടി ഇത്തരത്തിലുള്ള ഒരു അനുമതികൾ മേടിക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരാൾ പരാതിയുമായിട്ട് പോയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹമൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ ഇരുന്ന് ചർച്ച ചെയ്യുന്നതൊക്കെ ഞാൻ കേട്ടു. ആ ചർച്ചയാണ് എന്നെ ഈ വീഡിയോ എടുക്കാൻ പ്രേരിപ്പിച്ചത്. കാരണം മറ്റ് വാർത്തകളൊക്കെ നിങ്ങളൊക്കെ ഇതിനൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ആ ചർച്ച എന്ന് പറയുന്നത്, അതിൽ മഹാഭൂരിപക്ഷം പേരും തന്നെ ചർച്ച ചെയ്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഇത് യഥാർത്ഥത്തിൽ വലിയ ഒരു മോശപ്പെട്ട സമയത്താണ് CPM-നും അതുപോലെ തന്നെ ഇടതുപക്ഷത്തിനുമൊക്കെ ഇത്തരത്തിലുള്ള ഒരു ആരോപണം അല്ലെങ്കിൽ ഒരു സെലക്റ്റീവ് ലീക്കേജിലൂടെ ഈ വാർത്ത കൊടുക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇത് അങ്ങേയറ്റം മോശപ്പെട്ട കാര്യമായി പോയി. യഥാർത്ഥത്തിൽ ഇത് വി.ഡി. സതീശന് വലിയ തോതിൽ ഗുണം ചെയ്തു എന്നുള്ളതാണ് അവർ പറഞ്ഞേക്കുന്നത്. എനിക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ള ചില കാഴ്ചപ്പാടുകളുണ്ട്. അത് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനാണ്. അതിലൊന്നാമത്തെ കാര്യം, ഈ കേസ് നിലനിൽക്കുമെന്നോ ഇതിൽ വി.ഡി. സതീശൻ ശിക്ഷിക്കപ്പെടുമെന്നോ ഒന്നും ഞാൻ വിചാരിക്കുന്നില്ല എന്നുള്ളത് വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ അതേപോലെ തന്നെ ഈ ചർച്ചയിലിരുന്ന നിരവധി ആളുകളൊക്കെ പറഞ്ഞതുപോലെ ഇത് യാതൊരു വിധത്തിലുള്ള ഡാമേജ് വി.ഡി. സതീശനൊന്നും ഉണ്ടാക്കില്ല, അതുപോലെ കോൺഗ്രസിനൊന്നും ഉണ്ടാക്കില്ല. കാരണം വി.ഡി. സതീശൻ തന്നെ വന്ന് പിറ്റേ ദിവസം പത്രസമ്മേളനം നടത്തിയപ്പോൾ ഞാനൊന്ന് പേടിച്ചു പോയി എന്ന് പറഞ്ഞേക്ക്, അതുപോലെ CBI-യോ ഏത് അന്വേഷണം വേണമെങ്കിലും വരട്ടെ എന്ന് പറയുന്ന വലിയ ആത്മവിശ്വാസമൊക്കെ അദ്ദേഹം കാണിച്ചു. കൂടാതെ മറ്റെല്ലാവരും പറഞ്ഞു വന്നത് വി.ഡി. സതീശനെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി കടിപിടിയായിരുന്നു കോൺഗ്രസിനകത്ത്. പക്ഷേ അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് അവരെല്ലാവരും തന്നെ, അതായത് KC വേണുഗോപാൽ മുതൽ ഇങ്ങേറ്റത്തുള്ള രമേശ് ചെന്നിത്തല മുതൽ നിരവധി എല്ലാ നേതാക്കന്മാരും തന്നെ, എല്ലാ KPCC നേതാക്കന്മാരും വൈസ് പ്രസിഡന്റുമാരോടൊക്കെയുള്ള എല്ലാവരും തന്നെ വി.ഡി. സതീശൻ്റെ പിന്നിൽ അണിനിരക്കാൻ നിർബന്ധിതരായി. ഇത് പൊളിറ്റിക്കലി വലിയൊരു സ്ട്രാറ്റജിക്കലായി ഇതൊരു വലിയ ബ്ലണ്ടർ ആയിരുന്നു എന്നുള്ളതാണ്. ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല യഥാർത്ഥത്തിൽ ഈ പറയുന്ന ആളുകളൊന്നും ഇതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയിട്ടില്ല. കാരണം ഇത് വി.ഡി. സതീശനെ ശിക്ഷിക്കാനോ ജയിലിൽ അടക്കാനോ ഒന്നും പിണറായി വിജയന് പോലും ആഗ്രഹമുണ്ടാക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെ ഒരു ആഗ്രഹവുമില്ല. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ കോൺഗ്രസിന് വലിയ ഡാമേജാണ് ഭാവിയിൽ ഉണ്ടാകാനിരിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ പറയാൻ വരുന്നൊരു കാര്യം. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ചില സിനിമകളിലേക്ക് കൂടി എനിക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കാനുണ്ട്. ആ സിനിമകളിൽ നിന്ന് ചില കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഇതിൽ മണപ്പാട്ടിൽ ചാണ്ടിയുമായിട്ടല്ല നിങ്ങളുടെ ഡീൽ എന്ന് പറയുന്നത്. നിങ്ങളുടെ ഡീൽ ഞാനും ഡീൽ ഈസ് വിത്ത് ഡെവിൾ എന്നൊക്കെ ഈ മോഹൻലാലിൻ്റെ കഥാപാത്രം ലൂസിഫറിൽ പറയുന്ന വലിയ വാചകങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിലൊരു മണപ്പാട്ടിൽ ഫിനാൻസ് എന്ന് പറയുന്ന ഒരു കമ്പനിയെ കുറിച്ച് പറയുന്നുണ്ട്. അതുമായി ബന്ധമൊന്നുമില്ലെങ്കിലും ഈ പുനർജനി കേസിലും ഇതുപോലെ മണപ്പാട്ട് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു ഫൗണ്ടേഷനാണ് പണം സ്വീകരിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ അറിയണം. അപ്പം ഞാൻ ഇതിൻ്റെ ഓരോന്നായിട്ട് ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം. കേസ് നിലനിൽക്കില്ല എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഈ കേസിൽ ഒരു കാരണവശാലും തന്നെ ഇത് വി.ഡി. സതീശനെ കണക്ട് ചെയ്യാൻ ഈ തെളിവുകൾ പോരാ എന്ന് ഞാൻ വിചാരിക്കുന്നതുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ
വി.ഡി. സതീശൻ ഒരു ആഹ്വാനം നടത്തിയിട്ടുണ്ട്, പണം കൊടുക്കണം, പാവപ്പെട്ടവർക്ക് അത് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പുനർജനി എന്ന് പറയുന്ന പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത് ഇതുപോലെ ആവശ്യമുള്ള ആളുകളെയും ഇതുപോലെ സംഭാവന കൊടുക്കുന്ന ആളുകളെയും തമ്മിൽ കണക്ട് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ കൃത്യമായിട്ട്, അതായത് ഈ പറയുന്ന പോലെ അത് അർഹരായിട്ടുള്ള ആളുകളെ കണ്ടെത്തി കൊടുക്കുക എന്നുള്ളൊരു പണി മാത്രമേ ഇവർ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ഇവരുടെ ആരുടെയും അക്കൗണ്ടിലേക്ക് ഇത്തരത്തിൽ FCRA ചട്ടങ്ങൾ, നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള ഒരു പണവും വന്നിട്ടില്ല. അതുകൊണ്ട് വി.ഡി. സതീശനെ ഇതിനകത്ത് ഡയറക്റ്റായിട്ട് പെടുത്തുക എളുപ്പമല്ല. പക്ഷേ തീർച്ചയായിട്ടും ഒരു പുകമറ സൃഷ്ടിക്കാൻ ഇത് സഹായിക്കും എന്നുള്ള കാര്യത്തിലൊരു സംശയമില്ല. കൂടാതെ മണപ്പാട്ട് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ആ ഫൗണ്ടേഷനെതിരെ കൂടിയുള്ള അന്വേഷണം വിജിലൻസ് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അവർ യാതൊരുവിധ കണക്കും സൂക്ഷിച്ചില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വലിയ സംശയത്തിനിടയാക്കും എന്നുള്ളത് ഈ വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ എങ്കിൽ പോലും ഇതിൽ വി.ഡി. സതീശന് ആത്യന്തികമായ എന്തെങ്കിലും കുഴപ്പം സംഭവിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ഇതിൽ ഈ ചർച്ചയ്ക്കിരിക്കുന്ന ആളുകളിൽ ചിലർ, ഇപ്പോൾ BN ഹസ്കറിനെ പോലെയുള്ള ആളുകൾ, ഇടതുപക്ഷ സഹയാത്രികരായിട്ടാണ് അവർ അറിയപ്പെടുന്നത്. വളരെ മിടുക്കനായിട്ടുള്ള ഒരു ലോയറാണ് അദ്ദേഹം എന്നാണ് ഞാൻ കേട്ടിരുന്നത്. പക്ഷേ ചർച്ചകളിലൊക്കെ വന്നിരുന്ന വലിയ അബദ്ധങ്ങളാണ് പറയുന്നത്. പക്ഷേ എങ്കിൽ പോലും അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ പോലും ഇതൊരു മോശപ്പെട്ട കാര്യമായി പോയി, ഇങ്ങനൊരു ടൈമിങ് വേണ്ടായിരുന്നു എന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ ഇത് പറയുമ്പോൾ പോലും ഇതിൽ നിന്നെല്ലാം നേട്ടമുണ്ടാക്കുന്നത് യഥാർത്ഥത്തിൽ CPM-ഉം ഇടതുപക്ഷവുമാണ്. അവരുടെ പ്രോജക്റ്റിനെ നിങ്ങൾ ചെറുതായി കാണരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതിൻ്റെ ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത്, ഈ പുനർജനി എന്ന് പറയുന്ന കാര്യമല്ല ഇവരുടെ ലക്ഷ്യം. ഇതൊരു കർട്ടൻ റൈസർ മാത്രമാണ്. കാരണം പുനർജനിയിലൂടെ ഇത്തരത്തിലുള്ള പണം പിരിച്ചുവെന്നും, ആ പണം പിരിച്ചപ്പോൾ വി.ഡി. സതീശനെ പോലെയുള്ള ആളുകൾ പോലും ആ പിരിച്ച പണത്തിന് കൃത്യമായിട്ട് ഇതിന് ഉപഭോക്താക്കൾ ആരാണ് എന്ന് കണ്ടെത്തി കൊടുക്കാൻ കഴിയുന്നില്ലെന്നും, അവരെ രഹസ്യമാക്കി വെച്ചേക്കുന്നത് എന്തിനാണെന്നും, അതുകൊണ്ട് തന്നെ ഈ പണമൊന്നും കൃത്യമായി ഉപയോഗിക്കപ്പെട്ടു എന്നുള്ളതിനൊരു തെളിവുമില്ല എന്നൊരു പ്രചരണം നടത്തേണ്ടി വരുമ്പോൾ അത് തെളിയിക്കാൻ കുറച്ചുകൂടി ബുദ്ധിമുട്ടും എന്നുള്ളതാണ്. ഇത് ആദ്യത്തെ ഘട്ടമാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ. രണ്ടാമത്തെ ഘട്ടമെന്ന് പറയുന്നത്, ഇന്നലെ VK സനോജിനെ പോലെയുള്ള DYFIയുടെ ഇപ്പോൾ സംസ്ഥാന നേതാക്കന്മാർ വന്ന് പത്രസമ്മേളനം നടത്തി ചോദിച്ചിട്ടുണ്ട്, ഈ നിങ്ങൾ പണിത് കൊടുത്തിട്ടുള്ള വീടുകൾ എവിടെ, അതിൻ്റെ രേഖകൾ എവിടെ, അത് ആർക്കാണ് ഈ പറഞ്ഞ പോലെ കൊടുത്തിട്ടുള്ളത് എന്ന് കൃത്യമായി നിങ്ങൾ പറയാത്തത് എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതൊരു തുടക്കം മാത്രമാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചേക്കണം. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഈ വരുന്ന ഫെബ്രുവരിയിലാണ് വയനാട് ഉണ്ടായിട്ടുള്ള വലിയ പ്രകൃതി ദുരന്തം, നമുക്കറിയാം മേപ്പാടിയിലൊക്കെ ഉണ്ടായിട്ടുള്ള ആ പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടൗൺഷിപ്പുകളുടെ പണി തീരാൻ പോവുകയാണ് ഈ ഫെബ്രുവരിയിൽ. ആ പണി തീർന്ന് ഫെബ്രുവരിയിൽ ഈ പറയുന്ന അവർക്ക് താമസിക്കാനുള്ള വില്ലകളുടെയൊക്കെ ഫ്ലാറ്റുകളുടെയൊക്കെ ഹാൻഡ് ഓവർ നടക്കും, അവരുടെ വീടുകളുടെയൊക്കെ ഹാൻഡ് ഓവർ നടക്കും എന്നുള്ളതാണ് നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ അങ്ങനെ ഹാൻഡ് ഓവർ നടക്കുന്ന സമയത്തിന് ഏതാണ്ട് ഒരു മാസം മുമ്പ് ഇത്തരത്തിലുള്ള ഒരു പ്രചരണം ആദ്യം വന്നാൽ, ഇനി അടുത്തത് വരാനിരിക്കുന്ന പ്രചരണം ഞാൻ നിങ്ങളോട് ഇപ്പോൾ തന്നെ പറയുന്നു. കാരണം കോൺഗ്രസ് വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ 1000-ഓളം വീടുകൾ ഉണ്ടായിരുന്നു. 1000-ഓളം വീടുകൾ എവിടെ എന്നാണ് ചോദിക്കുന്നത്. 1000-ഓളം വീടുകൾ പിന്നീട് MM ഹസൻ KPCC പ്രസിഡന്റായി ചാർജിലിരിക്കുമ്പോൾ അദ്ദേഹം 1000 വീടുകൾ നടക്കില്ല, പക്ഷേ 500 വീടുകളെങ്കിലും നടക്കുമെന്ന് പറഞ്ഞു. പക്ഷേ അതിനുശേഷം മുല്ലപ്പള്ളി രാമേന്ദ്രനെ പോലെയുള്ള പല ആളുകളും തന്നെ അത് കൃത്യമായി നടന്നിട്ടില്ല എന്നുള്ളത് പറഞ്ഞു. ഇത്തരം കാര്യങ്ങൾ, അതായത് വാഗ്ദാനം ചെയ്തിട്ടുള്ള വീടുകൾ എവിടെ എന്ന് പറയുന്നൊരു ചോദ്യം ഉയരാൻ പോവുകയാണ് കോൺഗ്രസിൻ്റെ. അത് ഇത് മാത്രമല്ല, ഇത്തരത്തിൽ കോൺഗ്രസ് വാഗ്ദാനം ചെയ്ത എല്ലാ വീടുകളെക്കുറിച്ചും എന്ത് ചെയ്യാൻ പോവുകയാണ്, വലിയ ചോദ്യങ്ങൾ ഉയരാൻ പോവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് എൻ്റെ പ്രേക്ഷകർ ശ്രദ്ധിച്ച് കേൾക്കണം. കാരണം ഈ പറയുന്ന KPCC വയനാടിൻ്റെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഇതേപോലെ തന്നെ രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകളൊക്കെ തന്നെ വീടുകൾ വാഗ്ദാനം ചെയ്തിരുന്നു എന്ന് നിങ്ങൾ മറന്നുപോകരുത്. അപ്പോൾ അത്തരത്തിൽ വീടുകൾ വാഗ്ദാനം ചെയ്തെങ്കിൽ പോലും അതൊന്നും തന്നെ കൃത്യമായി നടപ്പിലാക്കിയില്ല എന്നുള്ളത് നിങ്ങൾ മറന്നുപോകരുത്. അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് 20ഓളം വീടുകൾ കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. ഈ കോൺഗ്രസ് കൊടുക്കുന്ന, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി കൊടുക്കുന്ന ആ 100 വീടുകൾക്കകത്ത് പെടുത്തിയിട്ട് കോൺഗ്രസ് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതിൽ 20 വീടുകൾക്കുള്ള പണമായിട്ട് ഏതാണ്ട് 88 ലക്ഷം രൂപ പിരിക്കുകയും പക്ഷെ ഒരു വീട് പോലും വെച്ചു കൊടുക്കാതിരിക്കുകയും ചെയ്തു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് സ്ഥലം കിട്ടിയില്ല എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ സ്ഥലം കൊടുക്കാമെന്ന് ഗവൺമെൻറ് ഒരു സ്ഥലത്തും പറഞ്ഞിരുന്നില്ല എന്നും ഒരു കരാറും ഉണ്ടാക്കിയില്ല എന്നും, അതുകൊണ്ട് തന്നെ നിങ്ങൾ വീടുകളൊന്നും കൊടുത്തിട്ടില്ല എന്നും, പകരം ഈ പണം പിരിച്ച് പുട്ടടിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്ന വ്യാപകമായ പ്രചരണം വരാനിരിക്കുന്നതേ ഉള്ളൂ. അതിൻ്റെ തുടക്കമാണ് ഇതെന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ, കൃത്യമായി പറഞ്ഞാൽ, കഴിഞ്ഞ തവണ ഗോവിന്ദൻ മാഷ്, അതായത് CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ് പറഞ്ഞതുപോലെ, വാർഡിലെ മെമ്പർമാർ മുതൽ യഥാർത്ഥത്തിൽ പ്രവർത്തക സമിതി അംഗം വരെയുള്ളവർ BJP-യിലേക്ക് ഒറ്റച്ചാട്ടത്തിന് BJP-യിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുകയാണെന്ന് പറഞ്ഞ് അദ്ദേഹം അവതരിപ്പിച്ച ഒരു നരേറ്റീവ് ഞാൻ നേരത്തെ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ വാർഡ് മെമ്പർമാർ മുതൽ, അതായത് യൂത്ത് കോൺഗ്രസ്സുകാർ മുതൽ മുതിർന്ന കോൺഗ്രസ്മാർ മുതൽ പ്രതിപക്ഷ നേതാവ് വരെയുള്ള ആളുകൾ, കൂടാതെ UDF-ലെ മറ്റു പാർട്ടികൾ, UDF-ൽ ഇപ്പോൾ മുസ്ലിം ലീഗ് ഏതാണ്ട് വീടുകളൊക്കെ ഏതാണ്ട് പൂർത്തിയാക്കിയിട്ടുണ്ട്. ആ സ്ഥലത്തിന് ഇപ്പോഴും പക്ഷേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളൊന്നും തന്നെ വിശ്വസ്തതയോടുകൂടി നമുക്കൊരു കാര്യം ഏൽപ്പിക്കാൻ പറ്റിയതല്ല. പകരം അവരെല്ലാം തന്നെ
ഇതുപോലെ പണം മേടിച്ച് വിദേശത്ത് മലയാളികളുടെ പണം മേടിച്ച് പറ്റിക്കുകയായിരുന്നു എന്ന് പറയുന്ന വളരെ കൃത്യമായ ഒരു നരേറ്റീവിൻ്റെ തുടക്കമാണിത്. അല്ലാതെ ഇതൊരു പുനർജനി പദ്ധതി മാത്രം വന്നിട്ട് ഈ പറയുന്ന പോലെ വി.ഡി. സതീശനെ പിടിച്ച് നാളെ മുതൽ ജയിലിൽ അടച്ചേക്കാം എന്നൊന്നും പറയുന്ന വ്യാമോഹമൊന്നുമില്ല. അത് CPM-നെ കുറിച്ചും CPM-ന്റെ സ്ട്രാറ്റജിയെക്കുറിച്ചും ഒന്നും കൃത്യമായി മനസ്സിലാക്കാത്ത ആളുകളാണിത് പറയുന്നത്. അതുകൊണ്ട് ഇതാണ് വരാനിരിക്കുന്ന ഒരു കാര്യം. ആ വരാനിരിക്കുന്ന കാര്യത്തെ മനസ്സിലാക്കാനായിട്ട് എൻ്റെ പ്രിയപ്പെട്ട സീനിയർ ആയിട്ടുള്ള മാധ്യമ പ്രവർത്തകർ മുതൽ ചർച്ചയ്ക്ക് വന്നിരിക്കുന്ന ഒരാൾക്കും ഇത് മനസ്സിലായില്ല എന്നുള്ളതാണ് വാസ്തവം. അത് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവെക്കണം എന്ന് തോന്നി. അതുകൊണ്ടാണ് വലിയ തിരക്കിനിടയിലും ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. കൂടാതെ ഇതാണ് ഒന്നാമത്തെ കാര്യമെങ്കിൽ, രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇതിൽ മറ്റൊരു അഡ്വാൻറ്റേജ് കൂടി CPM-ന് സംഭവിച്ചു. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ ദിവസം ഈ പറയുന്ന പോലെ നമുക്കെല്ലാം അറിയുന്ന പല ചർച്ചകളിൽ വന്നിരിക്കുന്ന മുതിർന്ന മാധ്യമ പ്രവർത്തകരടക്കം, ഞാനിപ്പോൾ അവരുടെ പേരുകളൊന്നും പറയുന്നില്ല, അപ്പോൾ അത്തരത്തിലുള്ള പല മുതിർന്ന മാധ്യമ പ്രവർത്തകരടക്കം പോലും ഈ ലാവ്ലിൻ കേസ് ഇതേപോലെ തന്നെ ഉമ്മൻചാണ്ടി രാഷ്ട്രീയ വിരോധം കൊണ്ട് മാത്രം CBIയുടെ അന്വേഷണത്തിന് വിട്ടതാണ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടായി. അതായത് വിജിലൻസ് ഒന്നും കണ്ടെത്താതിരുന്നിട്ട് പോലും ഇതുപോലെ കോടതികളിലേക്ക് CBIയുടെ അന്വേഷണത്തിലേക്ക് വേണ്ടി വിട്ടതാണ്. അപ്പോൾ ലാവ്ലിൻ കേസ് വിട്ടതുപോലെ, സോളാർ കേസ് വിട്ടതുപോലെ, ഈ പറയുന്ന പോലെ ഈ പുനർജനി കേസും അതുപോലെ തന്നെ ഒന്നാണ് എന്നുള്ളത് കോൺഗ്രസ് അനുഭാവികളായിട്ടുള്ള ആളുകൾ, അതായത് മാധ്യമ പ്രവർത്തകരും ചർച്ചയ്ക്ക് വന്നിട്ടുള്ള ആളുകൾ പോലും സമ്മതിക്കുന്ന ബൈറ്റുകൾ കൃത്യമായിട്ട് CPM-ന്റെ കയ്യിലേക്കും LDF-ന്റെ കയ്യിലേക്കും വരികയാണ്. എന്ന് പറഞ്ഞാൽ ലാവ്ലിൻ കേസും ഇപ്പോൾ പുനർജനി കേസും ഒക്കെ തന്നെ, അല്ലെങ്കിൽ സോളാർ കേസും ഒക്കെ തന്നെ രാഷ്ട്രീയ വൈര്യനിരാധന ബുദ്ധി കൊണ്ട് യഥാർത്ഥത്തിൽ രാഷ്ട്രീയമായിട്ടുള്ള ഒരു കളി കളിക്കാൻ വേണ്ടി, മറ്റുള്ളവരെ ദ്രോഹിക്കാൻ വേണ്ടി ഇലക്ഷന് തൊട്ട് മുമ്പ് ഇത്തരത്തിൽ CBIക്ക് വിടുന്ന ഒരു പതിവ് കേരളത്തിലുണ്ടെന്നും ആ പതിവുകൾ ഒരു കാരണവശാലും കേരളത്തിലെ LDF ഗവൺമെൻറ് ആവർത്തിക്കരുതെന്നുമാണ് BN ഹസ്കറെ പോലെയുള്ള ആളുകളൊക്കെ പറഞ്ഞത്. ആ BN ഹസ്കർ പറഞ്ഞ കാര്യത്തോട് കോൺഗ്രസിൻ്റെ അനുഭാവമുള്ള മാധ്യമ പ്രവർത്തകരും കോൺഗ്രസിൻ്റെ നിരീക്ഷകരും കോൺഗ്രസിൻ്റെ ചർച്ചയ്ക്ക് വരുന്നവരും പോലും അനുകൂലിക്കുന്ന ഒരു പ്രത്യേക അന്തരീക്ഷമുണ്ടായി എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ലാവ്ലിൻ കേസ് തന്നെ ഇത്തരത്തിൽ രാഷ്ട്രീയ വിരോധം തീർക്കാൻ വേണ്ടിയിട്ടാണ് CBIക്ക് വിട്ടത് എന്ന് പറയുന്ന ഒരു നരേറ്റീവിന് കൃത്യമായി പെൻബലം കൂടി. ഇത് ആരെ സഹായിക്കുമെന്നുള്ളത് നിങ്ങൾക്ക് ഊഹിച്ചു നോക്കിയാൽ അറിയാമല്ലോ. ഇത് കൃത്യമായി സഹായിക്കാൻ പോവുക. രണ്ടാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഈ പറയുന്ന CPM-നെയാണ്. മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത്, പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അടിവസ്ത്രം മാറ്റിയതുമായി ബന്ധപ്പെട്ട ഒരു കേസുണ്ടായിരുന്നു. അത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ഞാൻ പലതവണ വീഡിയോ എടുത്തിട്ടുള്ളതാണ്. കാരണം ആൻ്റണി രാജു, അവർ ഓസ്ട്രേലിയൻ പൗരൻ, ഇവിടെ വരുന്നു, ഹഷീഷ് ഓയിൽ പിടിക്കുന്നു. ആ ഹഷീഷ് ഓയിൽ പിടിക്കുന്നപ്പോൾ അദ്ദേഹത്തിനെ എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിനെ കീഴിലുള്ള താഴെ കോടതി ശിക്ഷിക്കുന്നു. ശിക്ഷിച്ച കോടതിയിൽ നിന്ന് ഹൈക്കോടതിയിലേക്ക് അപ്പീൽ പോകുന്നു. അപ്പീൽ പോകുമ്പോൾ ആൻ്റണി രാജു എന്ന് പറയുന്ന മന്ത്രി, ഇപ്പം നേരത്തെ ഉണ്ടായിരുന്ന മന്ത്രി, ഇപ്പോഴത്തെ MLA, അദ്ദേഹം എന്താ വെച്ചാൽ ഈ അടിവസ്ത്രം കോടതിയിൽ നിന്ന് ഒപ്പിട്ട് സ്വന്തം കയ്യിലേക്ക് മേടിക്കുന്നു. ആ മേടിച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നു, അടിവസ്ത്രം വെട്ടിച്ചുരുക്കിയിട്ട് ചെറിയ വസ്ത്രമാക്കുന്നു. അതായത് വളരെ ഉയരമുള്ള, 6 അടിയോളം ഉയരമുള്ള, 5 അടി 9 ഇഞ്ച് ഉയരമുള്ള ഒരാൾക്ക് അയാളുടെ ഒരു കാല് പോലും കയറാത്ത രീതിയിൽ അടിവസ്ത്രം എന്ത് ചെയ്യുന്നു, പുതിയതായിട്ട് തയ്പ്പിക്കുന്നു. തയ്പ്പിച്ചിട്ട് ഇവർ കോടതിയിൽ വാദിക്കുന്നത് ഇതാണ്: അദ്ദേഹം കേരളത്തിൽ വന്ന് ചൂടുകൊണ്ട് അടിവസ്ത്രമൊന്നും ഇടാറില്ല, അതുകൊണ്ട് അടിവസ്ത്രം ഇടാതെ നടക്കുന്ന ഒരാളാണ്, ഈ അടിവസ്ത്രം തന്നെ ഇദ്ദേഹത്തിൻ്റെതല്ല എന്ന് പറയുന്നൊരു വാദം ഉയർത്തുന്നു. ആ വാദം കോടതി അംഗീകരിക്കുന്നു. കോടതിയിൽ എത്തുമ്പോൾ അടിവസ്ത്രം നോക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ ഇയാൾക്ക് ഒരു കാലിൽ പോലും ഇടാൻ പറ്റാത്ത അടിവസ്ത്രമാണെന്ന് കാണുന്നു. അങ്ങനെ അദ്ദേഹത്തെ വിട്ടയക്കുന്നു. ഈ വിട്ടയക്കുന്നതിന് ചില പ്രത്യേകതകൾ കൂടിയുണ്ട്. അതും കൂടി നിങ്ങൾ കേൾക്കണം. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് ഈ സിനിമയൊക്കെ കാണുമ്പോൾ ഇതൊക്കെ യാഥാർത്ഥ്യവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടാവുന്നതാണ്. പക്ഷെ സത്യം അതല്ല. സിനിമ കണ്ടതിന് ശേഷം നമ്മൾ സിനിമ കാണുമ്പോൾ നമ്മൾ മറ്റു പല വാർത്തകൾ, ചിലപ്പോൾ 1.5 കൊല്ലം കഴിഞ്ഞ് വരാനുള്ള വാർത്തകൾ കൂടി സിനിമയിൽ വരാം എന്നുള്ളതാണ് വാസ്തവം. ഇത് പറയാൻ കാരണം, ഈ കേസ് ഉണ്ടാകുന്നത് 1990-ലാണ്. 91-ൽ തന്നെ നിങ്ങൾ അറിയേണ്ടത്, 90-ൽ ഈ കേസ് ഉണ്ടാകുന്നു. 91-ൽ ആനവാൽ മോതിരം എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങി. ശ്രീനിവാസനൊക്കെ നായകനായിട്ട് അഭിനയിച്ച സിനിമയാണ്. ആ ആനവാൽ മോതിരത്തിൽ ടി ദാമോദരനാണ് അതിൻ്റെ എഴുത്തുകാരൻ, അതുപോലെ BS വിജയനാണ് അതിൻ്റെ സംവിധായകൻ. അപ്പോൾ ആ സംവിധായകനും ഈ ടി ദാമോദരനും ഒക്കെ തന്നെ ഒരു കഥാപാത്രത്തെ ഇതുപോലെ സൃഷ്ടിച്ചിട്ടുണ്ട്. കാരണം നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാവും, ഒരു വിദേശിയായിട്ടുള്ള ഒരു താരത്തെ കൊണ്ടത് അഭിനയിപ്പിക്കുന്നു. അദ്ദേഹം ഇതുപോലെ നാർക്കോട്ടിക്സ് അദ്ദേഹത്തിൻ്റെ അണ്ടർവെയറിൽ നിന്ന് പിടിച്ചെടുക്കുന്നു. അതിനുശേഷം അതെന്ത് ചെയ്യുന്നു, അണ്ടർവെയർ മാറ്റിയിട്ട് ചെറിയ അണ്ടർവെയർ വെക്കുന്നു. അങ്ങനെ അദ്ദേഹം രക്ഷപ്പെടുന്നു എന്നുള്ളതാണ് ആ കഥ. എന്ന് പറഞ്ഞാൽ 90-ൽ സംഭവിച്ച സംഭവം 91-ൽ സിനിമയായിട്ട് വരികയാണ്. എന്ന് പറഞ്ഞാൽ ഇവർക്കെല്ലാം വലിയ പിടിപാടുള്ളതുകൊണ്ടും വലിയ ബന്ധങ്ങളുള്ളതുകൊണ്ടും ഇത്തരം കഥകളൊക്കെ അവരൊക്കെ അറിഞ്ഞിരുന്നു എന്നുള്ളതാണ്. ഞാനിതിവിടെ പറയാൻ കാര്യം, മറ്റൊരു കാര്യം കൂടിയുണ്ട്. നിങ്ങൾ ലൂസിഫർ എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ടാവും. ആ ലൂസിഫർ എന്ന് പറയുന്ന സിനിമയിൽ
മോഹൻലാലിൻ്റെ കഥാപാത്രം പറയുന്നൊരു കാര്യമുണ്ട് നൈല ഉഷയുടെയൊക്കെ ക്യാരക്ടറിനോട്. കാരണം ഈ ഡീൽ ഞാനും നിങ്ങളുമായിട്ട് ദിസ് ഡീൽ ഈസ് വിത്ത് എ ഡബിൾ എന്ന് പറയുന്നുണ്ട്. അതായത് ഈ ഡീൽ എന്ന് പറയുന്നത് ഞാനും നിങ്ങളുമായിട്ടുള്ളതാണ്, പക്ഷേ ഇത് മണപ്പാട്ടിൽ ചാണ്ടിയുമായിട്ടല്ല എന്ന് പറയുന്നുണ്ട്. മണപ്പാട്ടിൽ എന്ന് പറയുന്ന പേര് നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്ത് കേൾക്കണം. അതിൻ്റെ കാര്യം ഈ മണപ്പാട്ടിൽ ഫിനാൻസിയേഴ്സാണ് IUF എന്ന് പറയുന്ന, അതായത് ഇപ്പോൾ UDF എന്ന് പറയുന്ന തോന്നിപ്പിക്കുന്ന ഒരു സംവിധാനത്തിന് ഫണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ എന്ന് മോഹൻലാൽ അതിനകത്ത് പലതവണ പറയുന്നുണ്ട്. ഈ പറയുന്ന പുനർജനിയിലും യഥാർത്ഥത്തിൽ ഒരു ഫൗണ്ടേഷൻ ഉണ്ട്. പറയുന്ന പോലെ ആ ഫൗണ്ടേഷൻ്റെ പേര് മണപ്പാട്ട് ഫൗണ്ടേഷൻ എന്നാണ്. എന്ന് പറഞ്ഞാൽ സിനിമാക്കാരൊക്കെ കുറച്ചുകൂടി നേരത്തെ കാര്യങ്ങൾ അറിയും എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. എന്ന് പറഞ്ഞാൽ ഈ മണപ്പാട്ട് ഫൗണ്ടേഷൻ മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്, പേരെങ്ങനെ വന്നതായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൂടാതെ ഈ മണപ്പാട്ടിൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് മണപ്പാട്ട് ഫൗണ്ടേഷൻ എന്ന് മാത്രമല്ല, മണപ്പാട്ട് എന്ന് പറയുന്ന മറ്റൊരു വലിയ ബിസിനസ് ഗ്രൂപ്പ് കൂടിയുണ്ട്. ആ ബിസിനസ് ഗ്രൂപ്പിൽ അതിൻ്റെ 2500ഓളം വരുന്ന സ്റ്റാഫുകളുണ്ട്. അവർക്ക് മറ്റ് നിരവധി മേഖലകളിൽ, അതായത് എഞ്ചിനീയറിംഗ് മേഖലയിൽ, അതുപോലെ തന്നെ മാനുഫാക്ചറിങ് മേഖലയിൽ, അതുപോലെ തന്നെ ഫുഡ് ഇൻഡസ്ട്രി മേഖലയിലൊക്കെ തന്നെ വലിയ തോതിൽ ബിസിനസ് നടത്തുന്ന ആളുകളാണ്. അവർ യഥാർത്ഥത്തിൽ ഈ പറയുന്ന പോലെ നിരവധി രാജ്യങ്ങളിൽ UAE-യിലും ഒമാനിലും സൗദി അറേബ്യയിലും അതുപോലെ തന്നെ UK-യിലും ഒക്കെ തന്നെ കുവൈറ്റിലൊക്കെ തന്നെ നിരവധി ബിസിനസ്സുകളുള്ള ഒരു ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിൻ്റെ തന്നെ ഒരു സബ്സിഡിയറി ആയിട്ടാണ് ഈ മണപ്പാട്ട് ഫൗണ്ടേഷൻ പ്രവർത്തിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിൻ്റെ ആളുടെ പേര് അമീർ അഹമ്മദ് എന്നാണ്. അദ്ദേഹം മലപ്പുറം സ്വദേശിയായിട്ടുള്ള ഒരാളാണ്, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കൽപ്പകഞ്ചേരിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ കൂടി ഇതിൻ്റെ പുറകിലുണ്ട്. അതുകൊണ്ട് പേരുകൾ വെറുതെ വരുന്നതാണ് എന്നൊന്നും നിങ്ങൾ വിചാരിച്ചു പോകരുത്. അതുപോലെ തന്നെ ദ വയലൻസ് എന്ന് പറയുന്ന ഒരു സിനിമ നമുക്കറിയാം, പൃഥ്വിരാജിൻ്റെ നായകനായിട്ടുള്ള ഒരു സിനിമ ഉണ്ടായിരുന്നു. ആ സിനിമയിൽ വില്ലനായിട്ട് കാണിക്കുന്നത് ഒരു DYSP ആണ്. പക്ഷേ ആ സിനിമ ഇറങ്ങിയതാണ്ട് 1-2 കൊല്ലങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് പള്ളുരുത്തിയിലൊരു DYSP വലിയ ഗുണ്ടാ നേതാവായിരുന്നുവെന്നും അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായി സൗഹൃദമുണ്ടായിരുന്ന ഒരു പയ്യനെ കൊലപ്പെടുത്തി എന്ന കേസിലുമൊക്കെ അറസ്റ്റിലാകുന്നത് എന്ന് മറന്നു പോകരുത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി നിങ്ങളുടെ മനസ്സിൽ വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഇത് CPM-ന് പറ്റിയിട്ടുള്ള ഒരു സ്ട്രാറ്റജിക്കൽ എററല്ല. അങ്ങനെ എററാണെന്ന് വിചാരിച്ച് എൻ്റെ UDF-കാരും കോൺഗ്രസ്സുകാരും പ്രിയപ്പെട്ട കോൺഗ്രസ്സുകാരൊക്കെ ഇരുന്ന് പോയാൽ അവർ മണ്ടത്തരമായിരിക്കും കാണുക. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം VD സതീശനെ ടാർണിഷ് ചെയ്യാനുള്ള ഒരു പ്രൊജക്റ്റല്ല ഇത്. പ്രൊജക്റ്റ് എന്ന് പറയുന്നത് കോൺഗ്രസ്സിന് അപ്പാടെ തന്നെയും പൊതുവെ UDF-നെ തന്നെയും നിങ്ങളൊന്നും വിശ്വസിക്കാൻ കൊള്ളാത്ത ആളുകളാണ്. നിങ്ങൾ പണം പിരിച്ചാൽ പോലും അത് പാവപ്പെട്ടവർക്ക് കൊടുക്കാത്തവരാണ്. പക്ഷേ ഞങ്ങളിതാ ഫെബ്രുവരിയിൽ ഈ പറയുന്ന പോലെ ദുരന്തമുണ്ടായവർക്ക് വേണ്ടി ടൗൺഷിപ്പുകൾ കൈമാറുന്നു എന്ന് പറയുന്ന വലിയ പ്രചരണത്തിന് വരാനിരിക്കുന്നതിൻ്റെ കർട്ടൻ റൈസർ മാത്രമാണിത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വാർഡ് മെമ്പർമാർ മുതൽ പ്രതിപക്ഷ നേതാവ് വരെയുള്ള UDF-കാരെ വിശ്വസിക്കരുത് എന്ന് പറയുന്ന ഒരു നരേറ്റീവ് ബിൽഡ് ചെയ്യാനുള്ള പ്രൊജക്റ്റാണ് ഇതെന്ന് മനസ്സിലാക്കാനുള്ള ബോധം ഇനിയെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകർക്കും രാഷ്ട്രീയത്തിൽ ഈ പറയുന്ന കോൺഗ്രസിനെ ന്യായീകരിക്കാൻ വേണ്ടി ചെല്ലുന്നവർക്കുമെങ്കിലും ഉണ്ടാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.